Animations. Hello guys, welcome back to my YouTube channel Animations. I am here James. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് VFX പ്ലേലിസ്റ്റിലെ ക്യാരക്ടർ ആനിമേഷൻ വിത്ത് ഡൈനാമിക്സ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ സിനിമ 40 സോഫ്റ്റ്വെയർ റൺ ചെയ്യാം. ഓക്കെ, യെസ്. സോ ഹിയർ വി ആർ ഇൻ സിനിമ 40 സ്പേസ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു റിഗ്ഡ് ആയിട്ടുള്ള പ്രീ റിഗ്ഡും ആനിമേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ് വേണ്ടത്. സോ നമുക്ക് ക്രോമിലേക്ക് പോയി മിക്സെമോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. മിക്സെമോ എന്ന് പറയുന്നത് അഡോബിന്റെ ഒരു പ്രീ ആനിമേറ്റഡും റിഗ്ഡും ആയിട്ടുള്ള ക്യാരക്ടർ പ്ലാറ്റ്ഫോമാണ്. ക്യാരക്ടേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ഡാൻസിങ് ക്യാരക്ടറാണ്. സോ ഡാൻസ് സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആദ്യം എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല വരുന്നത് ഇന്റർഫേസ്. കാരണം ഇതിപ്പോൾ ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അഡോബ് ഐ ഡി അല്ലെങ്കിൽ ഗൂഗിൾ ഐ ഡി വെച്ച് നിങ്ങൾ സൈൻ ഇൻ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ക്യാരക്ടേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ടത് ഒരു ഡാൻസിങ് ക്യാരക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്കിപ്പോൾ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ഇത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിനെ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ടത് BX ഫോർമാറ്റ് ആണ്. സോ ഫോർമാറ്റ് സെറ്റ് ചെയ്ത് സ്കിൻ നമുക്ക് വിത്തൗട്ട് സ്കിൻ ആണ് വേണ്ടത്. സോ വിത്തൗട്ട് സ്കിൻ. ഫ്രെയിം പെർ സെക്കൻഡ് നമുക്കൊരു 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് കീ ഫ്രെയിം റിഡക്ഷൻ യൂണിഫോം വേണ്ട, നമുക്ക് നൺ ആണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഈ ഫയലിനെ ക്ലിക്ക് ചെയ്ത് നേരെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ സിനിമ 40യിലേക്ക് വന്ന് സിനിമ 40യുടെ ഇന്റർഫേസ് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ബേസിക് സെറ്റിംഗ്സ്, ഇതിന്റെ ഡിഫോൾട്ട് സെറ്റിംഗ്സ് തന്നെ വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ജസ്റ്റ് ഓക്കെ അടിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ പ്രീ റിഗ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറിനെ ഇവിടെ അവൈലബിൾ ആയി. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. യെസ്, ആനിമേഷൻ റൺ ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒന്ന് റെൻഡർ ചെയ്ത് നോക്കുവാണെങ്കിൽ നത്തിങ് ഈസ് ഹിയർ. ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് ഇപ്പോൾ ഇവിടെ ഒരു പോളിഗൺ ഒബ്ജക്റ്റോ ഒരു സർഫസോ ഇല്ല ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി. മീൻസ് ഇത് ജസ്റ്റ് റിഗ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, റിഗ്ഡും ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇവിടെ ഒരു സർഫസോ ഒരു പോളിഗണോ ഒന്നുമില്ല നമുക്ക് ഷോ ചെയ്യിക്കാൻ വേണ്ടി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒരു എന്താ പറയുക ഷേപ്പ് ആക്കി കൊടുക്കുക. ഇനി ബോൺസ് ക്രിയേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മീൻസ് ഇപ്പോൾ നമ്മൾ ക്ലോൺ ഇട്ട് എന്തെങ്കിലും ക്ലോൺ ചെയ്യിച്ചാൽ ഒരു ഒബ്ജക്റ്റ് ഇപ്പോൾ ഒരു എന്താ പറയുക റെക്ടാങ്കിൾ ആണെങ്കിൽ തന്നെ അതിനെ ഇതിലോട്ട് അറ്റാച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് ഇതിന്റെ സർഫസ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ നേരെ നമ്മുടെ ഹൈറാർച്ചിയിലേക്ക് വന്നു. അതിനുശേഷം നമ്മുടെ ക്യാരക്ടറിനെ സെലക്ട് ചെയ്യും. മിക്സെമോ. സോ ഈ ക്യാരക്ടർ സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിന്റെ ചിൽഡ്രൻസിനെ പിടിക്കണം. നമുക്ക് അതിന്റെ റിഗിന്റെ ചിൽഡ്രൻസിനെ പിടിക്കാം. സോ സെലക്ട് ചിൽഡ്രൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. റൈറ്റ് ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്താൽ നമുക്ക് അതിന്റെ റിഗിന്റെ ചിൽഡ്രൻസിനെ എല്ലാം പിടിക്കാം. അതിനുശേഷം നമുക്ക് പോകേണ്ടത് നമ്മൾ ക്യാരക്ടർ ടാബിലേക്ക് പോയി കൺവേർഷനകത്ത് കയറി കൺവേർട്ട് ജോയിന്റ്സ് ടു പോളിഗൺ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. മീൻസ് ആ ജോയിന്റ്സിനെ എല്ലാം പോളിഗൺ ആക്കി മാറ്റാനാണ്. സോ നമുക്കത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു മെഷ് ക്രിയേറ്റഡ് ആയല്ലേ. മെഷ് ക്രിയേറ്റഡ് ആയി. ഇനിയിപ്പോൾ നമ്മൾ റെൻഡർ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും മെഷ് കണ്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മെഷ് അവിടെ തന്നെ സ്റ്റേ ചെയ്യുവാണ്, നമ്മുടെ ആനിമേഷന്റെ കൂടെ റൺ ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അവിടെ ചെയ്യുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഇതിനെ രണ്ടും തമ്മിൽ നമ്മൾ ബൈൻഡ് ചെയ്യിപ്പിക്കണം. മീൻസ് നമ്മുടെ റിഗും നമ്മുടെ പോളിഗണും തമ്മിൽ ബൈൻഡ് ചെയ്യിപ്പിക്കണം. സോ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ബാക്കിലേക്ക് വന്നു, നമ്മുടെ നേരത്തെ ഫോമിലേക്ക് വന്നു, ചിൽഡ്രൻസിന് അപ്ലൈ ചെയ്ത ഫോമിലേക്ക് വന്നു. അതിനുശേഷം കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പോളിഗണിനെ കൂടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ക്യാരക്ടർ ടാബിലേക്ക് വന്ന് കമാൻഡ്സ് എടുത്താൽ ബൈൻഡ് എന്നുള്ള ഓപ്ഷൻ കാണും. സോ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് തമ്മിൽ ബൈൻഡ് ആയി. പ്രോപ്പർ ആയിട്ട് ബൈൻഡ് ആയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ക്യാരക്ടർ പ്രോപ്പർട്ടീസ് ടാബിൽ നമ്മുടെ റിഗുകളെല്ലാം കണക്ട് ആയി എന്ന് കാണാൻ പറ്റും. അതേസമയം നിങ്ങൾ ചെയ്ത് പ്രോപ്പർ ആയിട്ടില്ല എങ്കിൽ ഒരു റിഗ് മാത്രമേ കാണാൻ സാധിക്കും. നമ്മൾ ഈ സെലക്ട് ചെയ്ത റിഗ് മാത്രമായിരിക്കും കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ പ്രോപ്പർലി കണക്റ്റഡ് ആയി. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. യെസ്, കണ്ടോ, ഇപ്പോൾ നമുക്കൊരു മെഷ് കിട്ടിയിരിക്കുന്നു. ആനിമേഷൻ ഫോക്കസ് ചെയ്യുന്ന മെഷ്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയാ
ഹെഡ് അപ്ലൈ ചെയ്യാം, ഹാൻഡ് അപ്ലൈ ചെയ്യാം, സ്കിൻ അപ്ലൈ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ബേസിക് ആയിട്ടൊരു സ്പിയർ എടുത്തു. സ്പിയറിനെ കുറേ ബോൾസ് ആക്കി ക്ലോൺ ചെയ്ത് അറ്റാച്ച് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ബോൾ സെലക്ട് ചെയ്തു, കീ അടിച്ച് നമുക്കൊന്ന് ചെറുതാക്കാം. ഓക്കെ, അത്രയും മതി. അതിലേക്ക് നമുക്കൊരു ക്ലോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്പിയർ എടുത്ത് ക്ലോണറിന്റെ ചൈൽഡ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇനി ക്ലോണറിനകത്ത് ഒബ്ജക്റ്റ് പറഞ്ഞു കൊടുക്കണം, ഏത് ഒബ്ജക്റ്റിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സോ നമുക്ക് മോഡിലേക്ക് ഒന്ന് ലീനിയർ മാറ്റി ഒബ്ജക്റ്റ് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പോളിഗണിനെ എടുത്ത് ഒബ്ജക്റ്റ് ടാബിലേക്ക് കൊണ്ടിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ക്ലോണിങ് നടക്കുന്നത് നമ്മളെ ക്യാരക്ടറിലാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് കൗണ്ട് ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാരക്ടർ ആനിമേഷന്റെ ബോഡി കിട്ടി, പക്ഷെ ബോഡി ആനിമേഷൻ ഫോളോ ചെയ്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഹൈറാർച്ചിയിൽ വന്ന് മിസ്റ്റേക്ക് ആണ്. നമുക്ക് എപ്പോഴാണ് വേണ്ടത്? ഹൈറാർച്ചിയിൽ നമുക്ക് എവിടെയാണ് ടോപ്പ് വരേണ്ടത്? പോളിഗണാണ് ടോപ്പിൽ. പോളിഗണും നമ്മുടെ ക്യാരക്ടറുമാണ് ടോപ്പിൽ വരേണ്ടത്. അപ്പോൾ ക്ലോണർ എടുത്ത് നേരെ താഴെ കൊണ്ടിടുക ഹൈറാർച്ചിയിൽ. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. യെസ്, ഇപ്പോൾ നമ്മുടെ ആനിമേഷൻ വിത്ത് ബോഡി റണ്ണിങ് ആണ്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താ? ഇനിയിപ്പം നോക്കുവാണെങ്കിൽ ഈ ബോൾസ് എല്ലാം തമ്മിൽ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നതാണ് അല്ലേ? നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. ഓക്കെ, സോ നമുക്ക് അവിടെ ഡൈനാമിക്സ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഡൈനാമിക്സ് ടാഗ് ആണ് അപ്ലൈ ചെയ്യാൻ. സോ നമുക്ക് നേരെ നമ്മുടെ ക്ലോണിന്റെ അകത്തുള്ള സ്പീഡിലേക്ക് വരാം. സ്പീഡിലേക്ക് വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സിമുലേഷൻ ടാഗിൽ നമുക്ക് വേണ്ടത് റിജിഡ് ബോഡിയാണ് അല്ലേ? സോ റിജിഡ് ബോഡി അപ്ലൈ ചെയ്യുക. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പൊ പ്ലേ ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ബോൾസ് എല്ലാം കൂടി എക്സ്പ്ലോഡ് ചെയ്യാൻ പോവാണ്. ഷൂ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഡ് ആയി. പക്ഷെ നമുക്ക് അങ്ങനെയല്ല വേണ്ടതല്ലേ? നമുക്ക് ഇന്റർസെക്ട് ചെയ്തതിനകത്ത് സ്റ്റേ ചെയ്യാണ് വേണ്ടത്. സോ നമ്മൾ എന്താ ചെയ്യുക? ജസ്റ്റ് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ റിജിഡ് ടാഗ് സെലക്ട് ചെയ്തതിനു ശേഷം ഫോഴ്സിലേക്ക് പോവാം. ഫോഴ്സിലേക്ക് പോയാൽ ഫോളോ പൊസിഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലേ? അവിടെയാണ് നമ്മളിത് എത്ര നേരം ഡൈനാമിക്സ് പിടിച്ചു നിൽക്കണം, മീൻസ് എത്ര നേരം അതിനെ ഹോൾഡ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. സോ നമുക്ക് അതൊരു 10 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കി. യെസ്, ഇപ്പോൾ അതവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടല്ലേ? നമുക്കൊരു 18 ഇട്ട് നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടൊരു ക്യാരക്ടർ ഫോമിലേക്ക് കിട്ടിയിരിക്കുന്നു അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു കൗണ്ട് കൂടി പോകാൻ തോന്നുന്നു അല്ലേ? കൗണ്ട് ഒന്ന് പറയാം. ഓക്കെ, യെസ്, ഇറ്റ്സ് ഫൈൻ. ലെറ്റ്സ് ഗോ ഫോർ 70. ഫൈൻ. ഓക്കെ, അപ്പോൾ അതായി. ഇനി നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ എനിക്കൊരു എഫക്ടർ വേണം, ഒരു റാൻഡം എഫക്ടർ വേണം. കാരണം ഇതെല്ലാം ഒരുപോലെ ആയിപ്പോയി. എനിക്ക് കുറച്ച് ഡിഫറൻസ് വേണം. സോ എഫക്റ്റിലേക്ക് പോയിട്ട് മോഗ്രാഫ് ടാബിലേക്ക് പോവാം. അതിനുശേഷം എഫക്റ്റിൽ വന്ന് നമുക്ക് ഒരു റാൻഡം എഫക്ടർ അപ്ലൈ ചെയ്യാം. ഓക്കെ, റാൻഡം എഫക്റ്റിൽ എനിക്ക് പൊസിഷൻ അല്ല വേണ്ട, സ്കെയിലാണ് വേണ്ട. അതിനുശേഷം എനിക്ക് യൂണിഫോം സ്കെയിലാണ്, എനിക്കൊരു 0.3 ഒക്കെ മതി. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. യെസ്, ഇപ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടല്ലേ ബോൾസ്? യാ, ഫൈൻ ഫൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാരക്ടറിനെ കിട്ടി, നമ്മുടെ ബേസിക് പ്രോപ്പർട്ടി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ എനിക്കൊരു ഹെഡ് വേണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒബ്ജക്റ്റിന് ഒരു ഹെഡ് ഇല്ലല്ലേ? സോ നമുക്കൊരു ഹെഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടി ജസ്റ്റ് ഒരു വലിയ സ്പിയർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഹെഡ് നോർമലി എനിക്ക് തോന്നുന്നു ഇത്രയാണല്ലേ? ഓക്കെ, യാ, ഇനി നമുക്കൊന്ന് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ വ്യൂയിങ് പോർട്ടിലേക്ക് പോയി. ഓക്കെ, like that. Yeah, it's fine. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത ബോൾ അവിടെ സ്റ്റിക്ക് ചെയ്തില്ല അല്ലേ? ബോളിനെ ഹെഡിൽ സ്റ്റിക്ക് ചെയ്യിക്കണം. സോ എന്താ ചെയ്യുക? നമ്മൾ നേരെ നമ്മുടെ ക്യാരക്ടറിലേക്ക് വന്നു, നമ്മുടെ ഹെഡ് കണ്ടുപിടിക്കുക. ഹൈറാർച്ചിയിൽ കയറി യെസ്, ഹിയർ. നമ്മുടെ ഹെഡിന്റെ ടോപ്പ് കണ്ടെത്തി. എന്താ ചെയ്യുക? സിംപ്ലി നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സ് പിക്കപ്പ് ചെയ്യുന്ന പോലെ ഇവിടെ സ്പിയറിനെ കൊണ്ട് അതിന്റെ ചൈൽഡ് ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. യെസ്, ഇപ്പോൾ ഹെഡ് അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇവിടെ ബോൾസ് ഹെഡുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടല്ലേ? സോ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. സോ നമുക്ക് അവിടെ ഒരു ഡൈനാമിക്സ് ടാഗ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ സ്പിയർ സെലക്ട് ചെയ്തു, ഡൈനാമിക്സ് എടുത്തു. ഡൈനാമിക്സ് നമുക്ക് എന്താ വേണ്ടത്? കൊളൈഡർ ബോഡിയാണ് വേണ്ടത്, മീൻസ് റിജിഡ് ബോഡി അഗെയിൻസ്റ്റ് കൊളൈഡർ ബോഡി. നമുക്ക് അവിടെ എന്താ വേണ്ടത്? കൊളൈഡ് ആണ് ചെയ്യേണ്ടത്. സോ കൊളൈഡർ ബോഡി അപ്ലൈ ചെയ്യാം. യെസ്, ഓക്കെ, ഫൈൻ ഫൈൻ. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, യെസ്, നമ്മുടെ ബേസിക് ആനിമേഷൻ കിട്ടിയിരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ
ക്യാരക്ടർ ഡാൻസ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് ബോൾസ് ക്യാരക്ടേഴ്സിൽ നിന്നും വിട്ട് പോയാൽ മതി. മീൻസ് ക്യാരക്ടർ ഡാൻസ് ചെയ്യുന്നതനുസരിച്ച് കുറച്ച് ബോൾസ് ക്യാരക്ടറിൽ നിന്നും ലൂസായി പോയിക്കൊണ്ടിരിക്കും. സോ അത് ചെയ്യാൻ വേണ്ടി സിമ്പിൾ ട്രിക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ക്ലോണർ ഓൾറെഡി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, അതിൻ്റെ ഒരു കോപ്പി എടുത്താൽ മതി. സോ Ctrl+C Ctrl+V, ക്ലോണറിനെ സെലക്ട് ചെയ്ത് നമ്മൾ ഹൈറാർക്കിയിൽ ഏറ്റവും താഴെ കൊണ്ടുവരിക. അതിനുശേഷം ബോൾസ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡൈനാമിക് സ്റ്റാക്കിലേക്ക് പോയി ഫോൾ ഓഫ് പൊസിഷൻ അങ്ങ് 0 ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ബോൾസ് എല്ലാം സ്പോട്ടിൽ തന്നെ വിട്ടുപോയി, പ്ലേ ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ വിട്ടുപോയി അല്ലേ. അപ്പോൾ ഇനി അവിടെ സ്റ്റേ ചെയ്യിക്കാൻ നമുക്ക് വേണ്ട. സോ എന്താ ചെയ്യുക, ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്ലോണർ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ക്ലോണറിൻ്റെ കൗണ്ട് നമുക്ക് ആനിമേറ്റ് ചെയ്യിക്കാം. ഓക്കെ, ഇപ്പോൾ കൗണ്ട് 70 ആണ്. സോ തുടക്കത്തിൽ 0 ഒരു കീഴാണ് നമുക്ക്. അതിന് ശേഷം എൻഡ് എടുത്തിട്ട് അറൗണ്ട് 300 ഒരു കീഴാണ്. ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കി. യെസ്, ഇപ്പോൾ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആനിമേഷൻ റൺ ചെയ്യുന്നതനുസരിച്ച് അതിനകത്ത് കുറച്ച് ബോൾസ് റിമൂവായി പോകുന്നുണ്ട്. ഓക്കെ, യെസ്, ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ബോൾ വിട്ട് പോകുന്നതനുസരിച്ച് ബോൾ നേരെ താഴോട്ട് പോവുകയാണല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ ഒരു ഗ്രൗണ്ട് ഇല്ല. സോ നമുക്ക് ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ഷേപ്സിലേക്ക് ഒന്ന് ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം പ്ലെയിൻ ഒന്ന് വലുതാക്കി വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അതിലേക്ക് ടാഗ് ആഡ് ചെയ്യാം. സോ നമ്മൾ പ്ലെയിനിലേക്ക് ഒന്ന് സിമുലേഷൻ ടാഗ് എടുക്കുക. നമുക്ക് കൊളൈഡർ ബോഡിയാണ് വേണ്ടത്. സോ കൊളൈഡർ ബോഡി അപ്ലൈ ചെയ്യുക, റൺ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബോൾ അവിടെ കൊളൈഡ് ചെയ്യുന്നുണ്ട്. ഫൈൻ. ഓക്കെ, യെസ്, ഫൈൻ. അപ്പോൾ ഇനിയിപ്പോൾ ബോൾസ് കുറച്ച് വലുതായി പോകുമെന്ന് തോന്നുന്നല്ലേ, ചെറുതാക്കി കൊടുക്കാം. സോ നമ്മുടെ സ്പിയറിലേക്ക് ഒന്ന് ബോൾ പിടിച്ചു, കുറച്ച് ചെറുതാക്കി വെച്ച് കൊടുത്തു. ലൈക്ക് ദാറ്റ്. യെസ്, let's decrease the count. How does it look? യെസ്, ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ സെലക്ട് ചെയ്ത ക്യാരക്ടർ കുറച്ച് ക്ലോസ് സ്റ്റെപ്സ് ചെയ്യുന്ന ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ ബോൾസ് അടുത്ത് പോയത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ കുറച്ചുകൂടി ഡിഫറെൻറ്റ് സ്റ്റെപ്സ് മീൻസ് കുറച്ച് ഡിഫറെൻറ്റ് ആനിമേഷൻ ഉള്ള ക്യാരക്ടർ നോക്കി എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഈ ട്രിക്സ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം സെലക്ട് ചെയ്ത ക്യാരക്ടറാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ആനിമേഷൻ ആയത്. ഓക്കെ, യെസ്, ബേസിക് ഐഡിയ ഇതാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ബാളിന് പകരം നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇവിടെ അപ്ലൈ ചെയ്യാം. ബോളല്ലേ, ബോളിന് പകരം ഇപ്പോൾ ഒരു ക്യൂബ് ആയാലോ. ക്യൂബ് എടുത്തു, ക്യൂബ് ചെറുതാക്കി വെച്ചു. ആ ക്യൂബിനെ എടുത്തത് ഇവിടെ കൊണ്ടുവന്നിട്ട് നോക്കി, അത് നേരെ ക്യൂബ് ആയല്ലേ. ആ ഷേപ്സ് നേരെ ക്യൂബ് ആയി. അതുപോലെ തന്നെയാണ് സ്കിൻ. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ക്രിയേറ്റ് ചെയ്ത് സ്കിന്ന് ഇതിലൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്കിന്നനുസരിച്ചായിരിക്കും ബോഡി വർക്ക് ചെയ്യുന്നത്. ആണോ, ഇപ്പോൾ ക്യൂബ്സുമായി. യെസ്, ഇപ്പോൾ ക്യൂബ് വേണ്ട, നമുക്ക് ബോൾസ് മാത്രം മതി. ഓക്കെ, ഫൈൻ. യെസ്, കുറച്ച് കൗണ്ട് കൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ബേസിക് ടെക്സ്ചറിങ് ചെയ്യാം. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന നമുക്ക് ഒരു ഫിസിക്കൽ റെൻഡർ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇനി കുറച്ച് നമുക്ക് ടെക്സ്ചറിങ് ചെയ്യാം. സോ ടെക്സ്ചറിങ് ചെയ്യാൻ നമുക്ക് നേരെ ടെക്സ്റ്റ് ടാബിലേക്ക് വന്നു, ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ബേസിന്റെ ആദ്യം നമ്മുടെ ഗ്രൗണ്ട് പ്ലെയിനിന്റെ ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മുടെ കളറിലേക്ക് വന്നു. ഐ വോണ്ട് ലിറ്റിൽ ബിറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി നമുക്ക് റിഫ്ലക്ഷനിലേക്ക് വന്നു. നമുക്ക് ഒരു ബേസിക് റിഫ്ലക്ഷൻ ലൈക്ക് GGX ആഡ് ചെയ്യാം. GGX like this, and I want specular strength, specular reflection rate like this. Ground be like this. Fine. Okay, നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം, റെൻഡർ ചെയ്ത് നോക്കാം. It's good. Okay, ഇനി നമുക്ക് ബോൾസിനെ
ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. സോ ഡബിൾ ക്ലിക്ക് ചെയ്ത് അടുത്ത മെറ്റീരിയൽ ഓപ്പൺ ചെയ്തു. നമുക്ക് ബോൾസ് വൈറ്റ് ആക്കി കൊടുക്കാം. എന്നിട്ട് റിഫ്ലക്ഷൻ GGX തന്നെ അപ്ലൈ ചെയ്യാം. സ്ട്രെങ്ത് അത്രയും വേണ്ട. Yes, like that. Specular strength would be high. Okay, let's apply it to the balls. See how it look. Yeah, it's look good. Head in നമുക്ക് ആ മെറ്റീരിയൽ തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഓക്കെ, നമ്മുടെ ബേസിക് ടെക്സ്ചറിങ് ആയി. ഇനി ഇതിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ നമുക്ക് റെൻഡർ സെറ്റിംഗ്സിൽ ആംബിയന്റ് ഒക്ലൂഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആംബിയന്റ് ഒക്ലൂഷൻ അപ്ലൈ ചെയ്യാം. GIയുടെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല എല്ലാം, കാരണം ഇവിടെ ഗ്ലോബൽ ഇല്യൂമിനേഷൻ റോൾ അത്രയ്ക്ക് വരുന്നില്ല. സിമ്പിൾ ആനിമേഷൻ ആണ്, സിമ്പിൾ ടെക്സ്ചറിങ് ആണ്. സോ GIയുടെ ആവശ്യം ഇവിടെ വരുന്നില്ല. നമുക്ക് അതിന് ഒരു സ്റ്റുഡിയോ റിഗ് അഥവാ 3 point ലൈറ്റിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഗ്ലോബൽ ഇല്യൂമിനേഷന് പകരം നമ്മൾ ആംബിയന്റ് ഒക്ലൂഷൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം. യു ക്യാൻ സീ ദ ഡിഫറൻസ് ഹിയർ. ലുക്ക് അറ്റ് ദാറ്റ്. യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഷാഡോ കാണാൻ സാധിക്കും അല്ലേ ബോൾസിന്റെ ഇടയ്ക്ക്. മീൻസ് ഇറ്റ്സ് ക്രിയേറ്റിംഗ് ആൻ ആംബിയന്റ് ഒക്ലൂഷൻ. ആംബിയന്റ് ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുകയാണ്, ഇൻസ്റ്റന്റ് ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഒബ്ജക്റ്റിൽ. ഓക്കെ, യെസ്, ഓക്കെ. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബോൾസ് വിട്ട് പോകുന്നുണ്ട് അല്ലേ, അതിന് നമുക്ക് വേറൊരു ടെക്സ്ചർ ആഡ് ചെയ്യാം, വേറൊരു കളർ ആഡ് ചെയ്യാം. സോ അതിനുവേണ്ടി നമ്മുടെ രണ്ടാമത്തെ സ്പിയർ ഇതായിരുന്നു അല്ലേ, ഇതാണ് നമ്മുടെ സ്പിയർ. രണ്ടാമത്തെ കൊച്ചു ബോൾസ് വിട്ട് പോകുന്നു. അതിന് നമുക്കൊരു ഡിഫറെൻറ്റ് ടെക്സ്ചർ ആഡ് ചെയ്യാം. സോ നമുക്ക് ടെക്സ്റ്റ് ടാബിലേക്ക് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു, ടെക്സ്ചർ ഓപ്പൺ ചെയ്തു. അതിനുശേഷം റിഫ്ലക്ഷൻസ് ഓഫ് ചെയ്യാം. നമുക്ക് ആദ്യം ലൂമിനൻസ് എടുക്കാം. ലൂമിനൻസിൽ എനിക്ക് വേണ്ടത്, അതിൽ നമുക്ക് വേണ്ടത് ഒരു വേരിയേഷൻ ടെക്സ്ചർ ആണ്. മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് പല പല കളറിലുള്ള ബോൾസിനെയാണ്. സോ നമ്മുടെ ടെക്സ്റ്റിലേക്ക് വന്ന് നമുക്കൊരു എഫക്റ്റിൽ വന്ന് നമുക്കൊരു വേരിയേഷൻ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ വേരിയേഷൻ ക്ലിക്ക് ചെയ്തു, വേരിയേഷൻ എഫക്റ്ററിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു റെയിൻബോ ഗ്രേഡിയൻ്റ് ആണ്. സോ നമുക്ക് ഗ്രേഡിയൻ്റ് ടാഗ് ഓപ്പൺ ചെയ്യാം. ശേഷം ഡോട്ട് പ്രീസെറ്റിൽ എനിക്ക് വേണ്ടത് ഫുൾ കളർ. ഓക്കെ, ഐ വാണ്ട് എവറി കളർ ഇൻ ദ സീൻ. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണ്ടത് റാൻഡം കളർ ഫുള്ളി ഡൗൺ, വി വാണ്ട് ഗ്രേഡിയൻ്റ് ബ്ലെൻഡ്. ഓക്കെ, അതിനുശേഷം നമുക്ക് വേണ്ട നോർമൽ മാറ്റി നമുക്ക് വേണ്ടത് റീപ്ലേസ് ആണ്. ഇറ്റ്സ് റീപ്ലേസിംഗ് ദ എൻറ്റയർ കളർ. ഓക്കെ, സോ വി ഗെറ്റ് എ ഡിഫറെൻറ്റ് പാറ്റേൺ. ഇനി നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ബോൾസിലേക്ക്. യെസ്, ഹിയർ ലൈക്ക് ദിസ്. ആൻഡ് ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് പല കളറിലുള്ള ബോൾസ് കിട്ടിയല്ലേ, പക്ഷെ ഇവിടെ സ്പെക്കുലർ ഇല്ല. സോ നമുക്ക് കുറച്ച് സ്പെക്കുലർ ആഡ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റിലേക്ക് വന്നു, റിഫ്ലക്ഷൻ ഇറ്റ്സ് ലൈക്ക് GGX. സ്ട്രെങ്ത് ഒന്ന് കുറച്ച് കൊടുക്കാം, സ്പെക്കുലർ സ്ട്രെങ്ത് കുറച്ച് കൂട്ടി കൊടുക്കാം. Yeah, like that. Okay. ഇപ്പോൾ നമുക്ക് ക്യാരക്ടർ ആനിമേഷൻ വിത്ത് ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ലൈറ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് നോർമൽ ഡിഫോൾട്ട് ലൈറ്റ് വെച്ചാണ് പോയിരിക്കുന്നത്. സോ നമുക്കിവിടെ ഒരു ലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ലൈറ്റിലേക്ക് വന്നു, നമുക്കൊരു ഏരിയ ലൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ലെറ്റ്സ് മേക്ക് ഇറ്റ് ലൈക്ക് ദിസ് ഇൻ സ്പേസ്. ഓക്കെ, റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഹൈ ലൈക്ക് ദിസ്. ഓക്കെ, നമുക്ക് ക്യാമറ ആഡ് ചെയ്യാം. ശേഷം പോയിന്റ് സെലക്ട് ചെയ്യുക. Yeah, like that. Camera. Yeah. Here. Yes, like here. Okay, fine. ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. Yes, it's okay. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ലൈറ്റിംഗ് മെത്തേഡിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡിയോ ലൈറ്റ് എന്ന് പറയുന്ന ലൈറ്റ് അല്ലെങ്കിൽ 3 point ലൈറ്റ് എന്ന് പറഞ്ഞ ടെക്നിക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 3 point ലൈറ്റിംഗ് നമുക്ക് ഇവിടെ ചെയ്യാനും സാധിക്കും, അല്ലാതെ പ്രീസെറ്റ്സ് ആഡ് ചെയ്യാനും സാധിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ ട്യൂട്ടോറിയൽ ഒരുപാട് ലെങ്തി ആവുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പ്രീസെറ്റ് വെച്ച് പോകും. ഓക്കെ,
അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് സ്റ്റുഡിയോ റിഗ് എന്ന് പറയുന്ന ഒരു പ്രീസെറ്റ് ആണ്. സോ നമ്മുടെ പ്ലഗിനിലേക്ക് വന്നു. ഓക്കെ, സ്റ്റുഡിയോ റിഗ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി പ്ലെയിൻ്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി സ്റ്റുഡിയോ റിഗ് അവിടെ ഉണ്ട്. സോ നമുക്ക് പ്ലെയിൻ ഒന്ന് ഹൈഡ് ചെയ്യാം. യെസ്, now let's see the magic. Yeah, it's looking good. Okay, നമുക്ക് വേണ്ടത് ഒരു കളറില് ഇന്റീരിയർലി വൈറ്റ് ആണ് വേണ്ടത്. റിഫ്ലക്ഷൻ like this. Yes, ഇപ്പോൾ നമ്മുടെ ആനിമേഷൻ കിട്ടിയിരിക്കുന്നു. It's looking good. Okay, അതിനുശേഷം നിങ്ങളുടെ ക്യാമറ സെറ്റ് ചെയ്യുക. You're good to go. Okay guys, hope you enjoyed it. Thanks for watching. Bye bye.